സ്റ്റോറി പൂർത്തിയാക്കാതെയുള്ള ഒരു എൻഡിങ് ആയിരുന്നെങ്കിലും ഒരു ഫൺ മൂഡിൽ തന്നെയാണ് ക്ലൈമാക്സ് അവസാനിച്ചത്. എങ്കിലും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കാം, എന്തുകൊണ്ടാണ് അനാമികയ്ക്ക് അവരോട് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം അവരെ വിട്ടു പോകാത്തത്? എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് രോമാഞ്ച് എന്ന ചിത്രത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, എന്തുകൊണ്ടായിരിക്കാം അനാമികയ്ക്ക് ഇവരോട് ദേഷ്യം? ഈ ഒരു ക്യാരക്ടർ ചോദിക്കുന്ന സമയം അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ദേഷ്യം അനാമികയ്ക്കുള്ളത്? അർജുൻ അശോകിന്റെ ക്യാരക്ടർ അതാണ് അനാമികയുടെ വീട് എന്ന് പറയുന്ന സമയം ആ ഒരു വീട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ നിൽക്കുന്ന ഒരു പഴയ വീടായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അനാമികയുടെ മരണം എന്ന് മനസ്സിലാവുന്നുണ്ട്. മേ ബി ഇവർക്ക് മുമ്പ് താമസിച്ചിരുന്ന ആരെങ്കിലും ആകാം അനാമികയുടെ മരണത്തിന് കാരണം. അതുകൊണ്ടായിരിക്കാം ആ വീട്ടിലേക്ക് അനാമികയുടെ ആത്മാവ് വരുന്നത്. ഇവർ ഈ ഒരു ഓജോ ബോർഡ് കളിക്കുന്നതിന് മുമ്പ് തന്നെ അനാമികയുടെ ആത്മാവ് അവിടെ വന്നു കാണും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗം ഈ ഒരു ഓജോ ബോർഡുള്ള സമയത്തായിരിക്കാം വന്നത്. അനാമിക എന്ന പേര് സൗബിന്റെ ക്യാരക്ടറെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുന്നതും ഈ ഒരു ആത്മാവിന്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാകാം. പിന്നെ ക്ലൈമാക്സിൽ എലി മരിച്ച് വീഴുന്നതായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ജിത്തു മാധവൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു എലിയുടെ കേസിൽ ഒരു സ്റ്റോറി ഉണ്ടെന്ന്. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു എലി മരിക്കുന്നത് അനാമികയുടെ ഒരു പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് ആയിക്കൂടെ. ഇവർ ഈ ഓജോ ബോർഡ് കളിക്കുന്ന സമയം ആണ് ഈ എലി ചാകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവർ ഓജോ ബോർഡ് കളിക്കുന്നത് നിർത്തിക്കഴിഞ്ഞ് നല്ല സമാധാനം ഉണ്ടല്ലേ, മണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് ഈ ഒരു ക്യാരക്ടറും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്ലൈമാക്സിൽ സൗബിൻ ഓജോ ബോർഡ് ഒന്നുകൂടി കളിക്കുന്ന സമയം അവിടെ എലി മരിച്ച് വീഴുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നിരൂപ് എന്ന ക്യാരക്ടർ നോക്കി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതായിക്കൂടെ ജിത്തു മാധവൻ ഇന്റർവ്യൂവിൽ ക്ലൈമാക്സ് ആയി കണക്ട് ആയതുകൊണ്ടാണ് പറയാൻ പറ്റാതെ എന്ന് പറഞ്ഞ കാര്യം. പിന്നെ അർജുൻ അശോകിന്റെ ക്യാരക്ടറിന് അനാമികയുടെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. മേ ബി അർജുൻ അശോകിന്റെ ക്യാരക്ടറിന് അനാമികയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാണ് സൗബിന്റെ ക്യാരക്ടർ അർജുൻ അശോകിന്റെ ക്യാരക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. മേ ബി അത് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു വീട്ടിൽ ചിലപ്പോൾ അനാമികയുടെ ആത്മാവ് മാത്രം ആയിരിക്കില്ല. ഇവിടെ വെച്ച് കുറച്ച് പേരുടെ പേര് പറയുന്നുണ്ടല്ലോ. പിന്നെ ക്ലൈമാക്സിൽ വി ആർ കമ്മിങ് എന്നും കൂടിയാണ് എഴുതി കാണിക്കുന്നത്. മുഴുവൻ സ്റ്റോറിയും ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു എൻഡിങ് സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റൂ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഫാൻ തിയറി മാത്രമാണ്. 100% ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.